നല്ല പടം പറഞ്ഞത് നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പുതിയ രീതിയിലൊക്കെ. പിന്നെ അവരെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ മമ്മൂട്ടി പറയണ്ടല്ലോ, സൂപ്പറാണ്. ആർട്ട് വർക്കൊക്കെ സൂപ്പറായിരുന്നു. മറ്റേ ആ മനയൊക്കെ നല്ല സൂപ്പറായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്താണ്. പടം ഗംഭീരമാണ്. ഗംഭീരമാണ്. എത്ര കളക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നു? കളക്ഷൻ അങ്ങനെയൊന്നും നമുക്ക് പറയാറില്ല. എന്നാലും അത്യാവശ്യം ക്ലബിൽ കയറുമല്ലോ. 100 കോടി കയറിയായിരിക്കും. നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് മമ്മൂക്ക? എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ അഭിനയം? കിടിലനായിരുന്നു. ഒരു രക്ഷയുണ്ടായില്ല. പേടിപ്പെടുത്തുന്നുണ്ടോ? പേടിപ്പടിക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ചെറിയ ഹൊററായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ സിനിമയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയുണ്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കണ്ട് കാണുമ്പോൾ അങ്ങനെ അതറിയാൻ പറ്റുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പടം ഗംഭീരമാണ്. പടം അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പടം? നല്ല പടം. നല്ല പടം. നെട്ടിച്ച്. എങ്ങനെയുണ്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ? പെർഫോമൻസ് പറഞ്ഞാൽ അർജുന അശോകൻ, മമ്മൂട്ടി, ഇതാണ് മെയിൻ ക്യാരക്ടേഴ്സ്. മമ്മൂട്ടീൻ്റെ ഒരു കിടിലിന് അഭിനയമായിരുന്നു. രക്ഷയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? തിയേറ്ററിൽ ആദ്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് പറയില്ല പടം കണ്ട. എന്നുവെച്ചാൽ അവരുടെ അഭിനയം വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടെന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു അഭിനയമായിരുന്നു. ചിരി എങ്ങനെയുണ്ടായിരുന്നു? ചിരി എന്ന് വെച്ചാൽ നല്ലായിരുന്നു. ഗംഭീരമായിരുന്നു. മമ്മൂക്ക എങ്ങനെയുണ്ട്? അല്ല, അത് വ്യത്യസ്തമായിട്ടുണ്ട്. നന്നായിരുന്നു. അല്ല, അത് തന്നെയാണ് വ്യത്യസ്തം ഈ സിനിമയെ കുറിച്ച്. എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ ഗ്രാൻഡായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കരമാണ്. ശരി.